നാടകം ടീം നമുക്ക് ഒപ്പം തോന്നും. നാടകം ടീമാണോ? നാടകം ടീം വരുമല്ലേ? എവിടെ? കമോൺ, നാടകം കാണാം. നാടകം ടീം ഇവിടെ ഉണ്ട്. ആ ടീമിനെ കണ്ടിട്ട് പോവാം. വായോ. എവിടുന്നാ? കാസർഗോഡ്. കാസർഗോഡ് നാടകം ടീം ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇന്ന് ഹൈസ്കൂളായിരുന്നോ? ഹൈസ്കൂൾ. യെസ്. ഒരുപാട് അടിപൊളി നാടകമുണ്ട്, ഞാൻ കണ്ടു. ഏത് സ്കൂളാ നിങ്ങള്? നായ്മാർ മൂല തൻബീർ. നായന്മാർ മൂല. നമ്മ ടീം വയനാടായിരുന്നു. വയനാടായിരുന്നു ടീം. യെസ്. വയനാട്ടിലെ ഉരുൾപൊട്ടലും ദുരന്തം എല്ലാരും കൈയടിച്ചോ? എല്ലാരും കൈയടിച്ച് ഫുള്ള് കരഞ്ഞു. ആ കണ്ണീരാണോ ഞാൻ ചെന്നപ്പോ കണ്ട കണ്ണീര്? ഒഴുകി വരുന്ന കണ്ണീര്. എ ഗ്രേഡ് കിട്ടുമോ? എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇങ്ങനെ എ ഗ്രേഡ് കിട്ടുന്ന ഒരുപാട് നാടകവേദികൾ ടാഗോറിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു നാടകത്തിന് കുറച്ച് ഭാഗം കണ്ടിട്ട് വന്നാലോ? ഒരു നാടകം കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരോട് സംസാരിക്കാം. എനിക്ക് ഞാനിട്ട പേരുണ്ട്, അത് വിളിച്ചാൽ മതി. ഞാനൊരു രൂപ തരട്ടെ, അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി. അധികം ബ്യൂട്ടി വേണ്ട. എന്നാ ഞാൻ മനോഹരമായിട്ടുള്ളൊരു കഥ പറയട്ടെ, കേട്ടിട്ട് തീരുമാനിക്കാം മനോഹരാണോന്ന്. പണ്ട് ഒരു രാജകുമാരിയുടെ കിട്ടം പറയും, നിത്യം ഒരു തവള വരാറുണ്ടായിരുന്നു. തവളയുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ട രാജകുമാരി അതിനൊരു ദിവസം സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുത്തു. വിളിച്ച് അത്ഭുതം പറയട്ടെ, ആ തവള ഒരു സുന്ദരനായ രാജകുമാരനായി മാറി. അത് ഇവിടെ പറയാൻ കാരണം മനസ്സിലൊരു ആശ. എന്ത്? ഞാനൊരു ബിരിയാണി കിട്ടിയാലോ? ബിരിയാണിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശക്കും. ഫുഡ് എവിടെ? റെഡിയാണ്. തരൂ. മൺമറൽ തന്നത് വല്ലാത്തല്ല മധുര പശുവിന്റെ. എന്താത്? പൂശാലക്കൽ പശു. ആർക്ക്? എനിക്കും എന്റെ തവള കൊടുക്കും. എന്റെ ഒലക്കം വില ശൂശോ പോടാ പോട്ടെ. എന്ത്? പല്ലി പൊരിച്ചത്. പല്ലി നിർത്തി പൊരിച്ചത്. നിങ്ങൾ ചൂടെടുക്കുന്നുണ്ടോ? ഇല്ല മോളെ. എന്നാ എനിക്ക് നല്ല ചൂടാ. വെള്ളം കൊണ്ടുപോ. കുളിക്കാൻ തോന്നുമ്പോ കുളിക്കും, തിന്നാൻ തോന്നുമ്പോ തിന്നും. ഇപ്പൊ എനിക്കൊന്ന് ധ്യാനിക്കണം. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല മോളെ. എന്നെ നിയന്ത്രിക്കാൻ നിൽക്കരുത്. വലിയ വില കൊടുക്കേണ്ടി വരും. വിളിക്കണോ? രാഹുകാലൊക്കെ ഫോൺ എടുക്കൂലേ? അതിനെടുത്ത് കെട്ടിലിട്ടാലോ? അമ്മേ, അമ്മയോട് ഇരിക്കൂ. ജിംനേഷ്, അപ്പോ നാടകം അവിടെ നടക്കുന്നു. നാടകവേദിയിലെ കാഴ്ചയാണ് കണ്ടിട്ട്. പാട്ട് പാടാന്ന് പറഞ്ഞു. ടീച്ചർ പാട്ട് പാടി തുടങ്ങി. നായന്മാർ മൂല സ്കൂളിലെ ടീച്ചറുടെ പേരെന്താ? സുബൈദ ടീച്ചർ. നോക്കൂ, പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ടീച്ചറാണ്. പൊളി, അത് മനസ്സിലായി. അതായത് നമ്മള് പാട്ട് പാടുന്ന പറയുന്ന ടീച്ചർ പാടി തുടങ്ങി. അപ്പൊ പിള്ളേർ എന്ത് പോലെ ആയിരിക്കും അല്ലേ? റെഡി അല്ലേ? പാടുവല്ലേ? തുടങ്ങിക്കോ. പടപ്പ് പടപ്പോടെ പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പടപ്പ് പടപ്പോടെ പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. അന്യോന്യം പോരാടണ്ടെന്നാണ് പാട്ട്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗ നിസ്കാര പായാവിരിക്ക്. പടപ്പേ പടപ്പോടെ പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം പാടി കഴിയുന്നില്ല. അമ്പലവും പുണ്യ
മസ്ജിദുമെല്ലാം അമ്പിന്റെ കാഹളമോതുകയല്ലോ എന്നിട്ടും വില്ലമ്പെടുക്കുന്നു നമ്മൾ കൊന്നി പിന്നിട്ട് കാട്ടിലോ ളിക്കുന്നു നമ്മൾ പടപ്പേ പാടപ്പോടെ വിരിശത്തിൽ നിന്നോളീൻ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ഗംഭീര പാട്ടാണ്. ഇത് ആരെഴുതിയ പാട്ടാണ്? ഇത് എന്ത് പാട്ടാണ്? വിവിധ മതസ്ഥർ തമ്മില് പരസ്പരം പോരാടുന്ന ഈ കാലഘട്ടത്തില് പരസ്പര സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കഴിയണമെന്നാണല്ലോ എല്ലാ വേദങ്ങളും പറയുന്നത്. അതുപോലെ ആയിരിക്കണം മനുഷ്യന്റെ മനസ്സുകളാണ്. അതെനിക്ക് മനസ്സിലായി, പാട്ട് മനസ്സിലായി. ഞാൻ ചോദിച്ചത് ഈ പാട്ട് ആരെഴുതിയതാണ്? ടീച്ചർ തന്നെ എഴുതിയാണോ? അല്ലല്ല ടീച്ചറെ ഇത് കാസർഗോഡിന്റെ പവർ എന്ന് ഇവര് പറയുന്നതാണോ? കാസർഗോഡിന്റെ സ്വന്തം പാട്ടാ? പക്ഷെ ടീച്ചർ നമ്മള് ടീച്ചർ എല്ലാത്തിലും നമ്മളെ കൂടെ സപ്പോർട്ട്. അത് മനസ്സിലായി. അത് നിങ്ങൾ പറയണ്ടേ? ടീച്ചർ ഭയങ്കര ഫ്രീഡം, ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി, ഒരു ഉറ്റ സുഹൃത്താക്കാൻ പറ്റിയൊരു ടീച്ചറാണ് ടീച്ചർ. ടീച്ചറാണ് ടീച്ചർ എന്നാണ് കേട്ടോ പിള്ളേര് പറയുന്നത്. ടീച്ചർ പേര് വെച്ചില്ല. പവർ. ആ അതൊരു കാസർഗോഡ് ടീച്ചറിന്റെ പേര് സുബൈദ ടീച്ചർ. ടീച്ചറെ പേര് പറഞ്ഞു കൊടുക്ക്. കാസർഗോഡ് സ്ലാങ് തിരുവനന്തപുരത്ത് കേൾക്കുമ്പോ എന്ത് രസല്ലേ എന്ന് പറഞ്ഞേ. പേര് പറഞ്ഞു കൊടുക്ക്. നമ്മുടെ നാടകം എഴുതിയത് അവിടെ തന്നെ ബാദ്ഷാ സാറാണ്. ഞങ്ങൾ അറബിക് ടീച്ചേഴ്സ് ആണ് അതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. കുറെ വർഷങ്ങളായി, നമുക്കത് 2-3 വർഷങ്ങളായി പോകുന്നില്ല സ്റ്റേറ്റിലേക്ക്. ഇപ്രാവശ്യം നമ്മള് ആദ്യം തന്നെ സ്കൂൾ തല മത്സരങ്ങളിൽ തന്നെ അതിനുള്ള ശരി ശരി. ടീച്ചർ ഒരുപാട് സംസാരിക്കുന്ന, ഒരുപാട് പാടുന്നു. അതേ ടീച്ചറിന്റെ മക്കൾ വരുമ്പോ എങ്ങനെയല്ലേ? അതും അതേ പൊളിയാണ് അവരും. അപ്പൊ നമുക്ക്